ഞാൻ പറഞ്ഞില്ലേ ഇവിടെ അടച്ചിരിക്കുക. ഇപ്പോഴേക്ക് എങ്ങനെ അവൾ കയറാനാ? അല്ല കുട്ടി, ക്ലാരമ്മ അടുത്ത് ഫോണൊക്കെ ഇല്ലേ? ആ ഉണ്ടല്ലോ. ഇന്ന് ആദ്യം പറയണ്ടേ? ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. ഉണ്ടാനോ അടുത്തൊന്നും പറയില്ലേ? നമ്മളൊന്ന് വിളിച്ചു നോക്കട്ടെ. റിങ്ങയുണ്ട് എടുക്കണില്ല. എടുത്തോളൂ. എടുത്തെടുത്ത്. ഹലോ, ഇതൊക്കെ അറിയാത്ത നമ്പറ്. ആരാന്നും ചോദിക്കണേ? നിങ്ങളാണെന്ന് പറയണ്ട, വേറെ ആരെയെന്ന് പറഞ്ഞാളി. ആ ഞാനേ എന്റെ സ്കൂളിൽ ഒരു ടീച്ചറാണ്. ടീച്ചറോ? ഏത് ടീച്ചറെ? ഏതാ ടീച്ചറൊന്നും ചോദിക്കണേ? ഞങ്ങളുടെ സ്കൂളിൽ നാളെ യൂണിഫോം കൊടുക്കുന്നേ, അതൊന്ന് വിളിച്ചറിയിക്കാനാണെന്ന്. മോളിപ്പോ എവിടെയെന്ന് ചോദിച്ചു നോക്ക്. വീട്ടിലേക്ക് വിളിച്ചിട്ട് എടുക്കുന്നില്ലെന്ന് പറഞ്ഞു. പിന്നെ അതെ, നമ്മളെ സ്കൂളില് നാളെ യൂണിഫോം കൊടുക്കേണ്ട കാര്യം ഒന്ന് ഓർമ്മിപ്പിക്കാൻ വിളിച്ചിരുന്നേ. അല്ല, പെരയൊക്കെ വിളിച്ചിട്ട് കിട്ടണിയല്ലോ. അതെന്താ, പെരയിൽ ആരുമില്ലേ? മോള് പോടേനെ? ഇല്ല, ഞാനിപ്പോ എന്റെ ഫ്രണ്ടിന്റെ വീട്ടില. ഫ്രണ്ടിന്റെ പെരയിലാണോ? എന്തായാലും നാളെ വന്ന് വാങ്ങണേ. എന്നാ തിരിഞ്ഞ വെക്കണേ. ഓളെ ഏതോ ഫ്രണ്ടിന്റെ പെരയിലാണെന്നാ പറഞ്ഞേ. അപ്പൊ ഉറപ്പിച്ചോ ജെന്നിയുടെ വീട്ടില. എന്നാലും ആ കുട്ടി നമ്മളെ കളിപ്പിച്ച കളി, അതിപ്പോ സൈനത്തേന്ന് പറഞ്ഞിരുന്നെങ്കിൽ അവളൊന്നും പറയില്ലായിരുന്നു. ഇത് നമ്മൾ അവരെ കൊടുക്കാനിട്ട പ്ലാനാ. നമ്മൾ പാളിസാക്കി. എന്നാലും നോണ ഇങ്ങനെ പറയുമ്പോഴേ നമ്മൾ നെഞ്ഞിങ്ങനെ എടുക്ക. നമുക്ക് അങ്ങനെ നോണ പറഞ്ഞ ശീലമില്ലാത്തോണ്ട്. അതെ, ചുറ്റിലുള്ളവർക്ക് കള്ളന്മാരായ കുറച്ച് കള്ളൊക്കെ പറയേണ്ടി വരും. ശരിയാണ്. കുറച്ചു നേരത്തിന് നമ്മൾ നെഞ്ഞി നിന്ന് പോയി ആ കുട്ടിയെ കാണാന്ന് പറഞ്ഞപ്പോ. ഏതിപ്പോ കുട്ടിയുടെ സ്വഭാവം ഏതായാലും കുട്ടിയെ കാണാന്ന് പറഞ്ഞാൽ ഞമ്മക്കൊരു ബേജാറുണ്ടാവില്ലേ? ആ കുട്ടിക്ക് അങ്ങനെ ഒരു ബേജാറൊന്നുമില്ല. ആരും ടെൻഷൻ അടിക്കുമെന്നുള്ള ഒരു ഇതും ഇല്ല. ആ കുട്ടി അങ്ങോട്ട് പോയിക്കോളൂ. അതൊക്കെ ഇപ്പൊ പെട്ടെന്ന് തീർന്നില്ലേ? ഇനി നമുക്ക് വീട്ടിൽ പോവാം. അത് ശരിയാണല്ലോ, അവിടെ പാത്ത് മാത്രമേ ഉള്ളൂ. ഉസ്മാനോടെ? എനിക്കറിയില്ല, കുരിപ്പ് പെരിയിരിക്കലാന്ന്. ഓൻ എങ്ങോട്ടൊക്കെ പോയിക്കണേ. പാത്തുവാണെങ്കിൽ മൊബൈലിൽ കുത്തി പെരിയിരിക്കാണ്. വരി, നമുക്ക് അങ്ങോട്ട് പോവാം. അതവിടെ ഒറ്റക്കാണ്. ഒരാള് പോയിന്റെ ബേജാറ് മാറിയിട്ടുള്ളൂ. ഇനിയിപ്പൊ എന്റെ കുട്ടിങ്ങളെ കൂടി കാണുതാവുന്നു. നടന്നു കൊടുക്ക്. ബേജാറായിട്ട് ബേജാർ. അപ്പൊ കുഞ്ഞുമുത്ത അന്നുനെ കാണും. നടന്നോട്. എന്നാലും ആ ടീച്ചറുടെ പേരെന്താ പറയാനാവോ? ഞാനാണെങ്കിൽ എവിടെയുള്ളന്നൊക്കെ അങ്ങ് പറഞ്ഞു കൊടുത്തും ചെയ്തു. എന്തായാലും കാവട്ടെ. ആരെ വിളിച്ചേ? നമ്മുടെ സ്കൂളിൽ ഏതോ ടീച്ചറാന്ന് പറഞ്ഞു. നാളെ യൂണിഫോം മേടിക്കാൻ എന്തായാലും ചെല്ലാൻ പറഞ്ഞു. നമുക്ക് യൂണിഫോം പിന്നെ മേടിക്കടി. നമുക്ക് ആ ദിവസങ്ങളൊക്കെ കളയണ്ട. അങ്ങനെ അല്ലടി. പിന്നെ നിന്നിപ്പോ അവരൊക്കെ നന്നായിട്ട് അന്വേഷിക്കുന്നുണ്ടാവും. അവർക്കിപ്പോ ടെൻഷൻ ആയിട്ടുണ്ടാവും അല്ലേ? അതെ, അവർക്കൊക്കെ നല്ല ടെൻഷൻ വരണം. എന്നെ കാണാതായിട്ട് എല്ലായിടത്തും അവർ അലഞ്ഞ് തിരിയണം. അതാ എനിക്ക് വേണ്ടത്. ഈ പ്ലാൻ എവിടുന്ന് വന്നെന്നറിയാം നിനക്ക്? ഫ്രം മൈ ജെന്നി. വാ ക്ലാര, നമുക്ക് മുകളിൽ പോയി മഴ കാണാം. ഓക്കേടി. ആവശ്യം നേരത്ത് ആരും കാണൂല. മൈമൂന എത്ര നേരെ ഇജാരാ? ഇജല്ല എന്നെ വിളിച്ച് നടക്കണേ. ഞാൻ മൈമൂന. ഇനി എനിക്ക് തെറ്റിയതാണോ അത് ഓക്ക് തെറ്റിയതാണോ? സത്യം പറയടി, ഇതിന്റെ മൈമൂനയുടെ ഡ്യൂപ്ലിക്കേറ്റ് അല്ലേ? എടി പാത്തു, ഞാൻ തന്നെയാണ് എന്റെ സ്വന്തം മൈമൂന. എങ്ങനെ എന്റെ പേരറിയാ? അപ്പത്തെ മൈമൂന തന്നെ. എന്തപ്പ എന്റെ കോലം പെണ്ണേ? ഇജി മൈമൂനൊന്നും അല്ല. നിന്റെ തലക്കോല കുഴപ്പമുണ്ടോ? ഉണ്ടാവുമായിരിക്കും. അല്ല പെണ്ണെ, ഇവിടുത്തെ ഡോക്ടർ അല്ലേ? എന്റെ പേര് മൈമൂനല്ലേ? നമ്മൾ രണ്ടാളും 10ാം ക്ലാസ് വരെ ബെസ്റ്റീസ് അല്ലേന്നോ? അതെ പത്തു. ഇന്നപ്പ നമ്മൾ ഏത് സ്കൂളിലെ നമ്മൾ പഠിച്ച ഇടവിലല്ലേ? അങ്ങനെ പനിക്കറിയാ. അപ്പൊ ജിന്റെ മൈമൂന തന്നെ? ആടി, ഞാൻ എന്റെ മൈമൂന തന്നെയാ. എടി കുരുട്ടെ, തട്ടോ റെഡി. തട്ടൊക്കെ ഇത്ര നിർബന്ധമുണ്ടോ? വയസ്സായി ഇപ്പൊ പേരക്കുട്ടികളെ അടുക്ക ആയില്ലേ? നീ പോയി മൂടിപ്പോച്ച് നടന്നിട്ട് എന്ത് കാര്യമുള്ളത്? ഇന്നാലും എന്തോ ഒരു നല്ലൊരു പെണ്ണേന്ന് ഒരു നല്ല ജോലി കിട്ടിയപ്പോഴേ സ്വഭാവം അങ്ങനെ മാറി. അതിന് ഇജി ഹോസ്പിറ്റലിലേക്ക് വരലുണ്ടോ? ഞമ്മക്ക് ഈ വലിയ ഹോസ്പിറ്റലിലേക്കൊന്നും വരാൻ ഒരു താല്പര്യമില്ല. നമുക്ക് ആ ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക് പോകാനാണ് ഏറ്റവും സുഖം. അതെ, ഈ തൊഴിൽ ഹോസ്പിറ്റലിലേക്കും ഞാൻ വരും. ഇപ്പൊ എന്തിനാ പിന്നെ വന്നേ? ഇജി പിന്നെ എന്നെ കുട്ടി പറയാൻ വന്നതാ? അതിന് വന്നൊന്നുമല്ല, ഞാൻ വേറെ കാര്യത്തിന് വന്നാണേ. ഞാൻ എന്റെ കോലം കണ്ടപ്പോ എനിക്ക് അത്ര പിടിച്ചില്ല. 10ാം ക്ലാസ് വരെ ഓടിപ്പോയി ചിന്നക്കാരും വലിയ ചെയ്യുന്നു. നമ്മള് വേറെ തട്ടുമൂടി കാണിച്ചു പോത്തിനൊക്കെ എന്തൊക്കെ എഴുതി പറഞ്ഞത്. ഇന്നെ വലിയ ഈമാനാക്കി കണ്ട് പോളല്ലേ പറയുന്ന കൊണ്ട്. ഇനി അത് നോക്കണ്ടേ? ഇത് എത്തിനച്ച് വന്നത് അത് പറയും. എന്റെ മുഖത്ത് നോക്കാൻ തന്നെ എനിക്ക് മടിയാണ് പെണ്ണേ. 10ാം ക്ലാസ് വരെ എന്തോ നല്ല കുട്ടിയെന്ന് ഇപ്പൊ അങ്ങോട്ട് കണ്ടാലും മതി. ഇപ്പൊ പ്രായമായില്ലേ? ഇനിയിപ്പൊ ആരപ്പം ഞാൻ ചോർക്കാക്കി നടക്കണോ? അതെനിക്ക് ചോദിക്കാറില്ല. പ്രായമായില്ലേ? ഇനിയിപ്പോ ഞാൻ ചോർക്കാക്കി നടക്കണോ? എനിക്കരെ പാത്താന്റെ പെണ്ണിക്കടി പണ്ടിട്ട് 10ാം ക്ലാസ് വരെ പഫ് കുത്തി വന്നിട്ടേ ഞാൻ എന്നെ കൊണ്ടത് ഊരിപ്പിച്ചില്ലേ? അതിന്റെ ഇതെല്ലാം എനിക്കിപ്പോ ഇപ്പോഴും ഇങ്ങോട്ട്
എന്നിട്ട് ഞാൻ എന്നെ കൊണ്ട് പിന്നെ തട്ടടിപ്പിച്ച് എനിക്ക് അതൊന്നല്ല. അതെ എന്നാലും അതൊക്കെ ഉണ്ട്. ഞാൻ ഒന്ന് മറന്നിട്ടൊന്നുമില്ല. എന്നാലും അന്ന് ഇന്നൊക്കെ ഇങ്ങനെ ആക്കിക്കാണ്ട് ഇന്നിപ്പ ഇങ്ങനെയൊക്കെ കാട്ടുന്നു ഞാൻ കൊളർത്തിരട്ടാ. മുടിയൊക്കെ ചെറുതാക്കി ഞാൻ സാരിയൊക്കെ എടുത്തേക്കണ്. പറഞ്ഞിട്ടൂടാ എനിക്ക്. ഇത് ഞാൻ ഓണത്തിനെടുത്ത് സാരിയാ. അത് ഞാൻ ഇന്നൊന്ന് എടുത്തു നോക്കിയതാ. അപ്പൊ ഞാൻ തട്ട ഒഴിവാക്കിയതാണ്. അതിന് വലിയ സീനാക്കണ്ട. അയ്യേ കണ്ടാലും മതി അവളെ കോലം. അല്ലാ ഇന്നേണ് കാത്തി രക്ഷിക്കണേ. ഇവളെ പോലൊന്നും എന്നെ ചത്താലും ആക്കരുതേ. മനുഷ്യന്മാർ ഇങ്ങനെയൊക്കെ മാറോ റബ്ബേ. എന്റെ മുടിയൊക്കെ നോക്കണേ ഇപ്പോഴും കറുപ്പാണ്. അതിനെന്റെ മുടി കാണിയല്ലോ. ഞാൻ ഫോട്ടോ മുട്ടല്ലേ എനിക്ക്. എന്റെ മുടി ഇപ്പോഴും എത്രമാരി നീളും എത്രമാരി കറുപ്പുണ്ടല്ലോ എനിക്ക്. ഈ എന്തിനാ വന്ന കാര്യം പറയും. അതാണ് എനിക്കറിയണ്ടേ. എന്താ ഇവിടെ നീ ഇങ്ങോട്ടൊന്നും വരില്ലെന്നല്ലേ പറഞ്ഞേ. പിന്നെന്താ പിന്നെ വന്നേ? അതൊക്കെ ഞാൻ പറഞ്ഞോളാം. ആദ്യം എന്റെ പള്ളൊക്കെ ഒന്ന് മറിച്ചാ നമ്മളെ കണ്ണ് ആറാമാണോ കാണുന്നത് റബ്ബേ. അതൊക്കെ അവിടെ നിക്കട്ടെ. ഈ എന്ത് കാര്യത്തിന് വന്നേന്ന് പറ. ആർക്കാ സുഖം? ഞാൻ വേണമെങ്കിൽ ബില്ലൊക്കെ ഒന്ന് കുറച്ചു തരാം. പിന്നെ കുറച്ചും കൂടി ശുശ്രൂഷയ്ക്ക് തരാട്ടോ. അതിന്റെ സൗജന്യ ചികിത്സ ഒന്നും നമുക്ക് വേണ്ട. നമ്മളൊക്കെ അത്ര പൈസ ചെയ്യാത്തവരൊന്നും അല്ല. എന്റെ മോനെന്റെ കെട്ടിയോരും കഴിച്ചിലാണ് കേട്ടോ. വല്ല ചിലക്കണ്ട പെണ്ണെ. കുറച്ച് കാൽ വയ്ക്കുക വന്നപ്പോൾ സ്വഭാവം അങ്ങോട്ട് മാറി. വല്ല ചിലക്കണ്ടത് നീ പറഞ്ഞില്ലെന്ന് വേണ്ട. അല്ല ഞാനേ വന്നതേ എന്റെ ഒരു വൺവാസിന്റെ കുറിച്ച് കാല് പിടിച്ചേക്കണേ. അപ്പൊ കാലിന് ഒരു കുഴപ്പമില്ല. എന്നിട്ട് 2 ദിവസം ഇവിടെ അഴിമിച്ചാക്കാൻ പറഞ്ഞേ. അപ്പൊ അതൊന്ന് ശരിയാക്കാൻ വേണ്ടി വന്നാണ്. അപ്പൊ എനിക്ക് എന്നെ കണ്ടപ്പോ എനിക്ക് അതൊന്ന് പറയാനുള്ള ഓർമ്മ ഉണ്ടായില്ല. അതാണ്.